ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സൂരജ്. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ മെന്റലിസത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഈ മെന്റലിസം എന്ന് പറയുന്നത് അതായത് അഡ്വാൻസ്ഡ് വേർഷൻ ആണെന്ന് പറയുന്നത്. പ്യൂറായിട്ടുള്ള മാജിക്കും അതായത് പ്യൂറായിട്ടുള്ള സയൻസും മിക്സ് ചെയ്തിട്ട് ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഈ മെന്റലിസം എന്ന് പറയുന്നത് പറഞ്ഞത്. പക്ഷെ ഞാൻ കണ്ട മെന്റലിസത്തിൽ കുറച്ച് ഡിഫക്റ്റ് ആണോ എന്ന് പറയാനാവില്ല, കുറച്ച് കാര്യങ്ങൾ അതെനിക്ക് തോന്നിയതാണ്, സ്ട്രൈക്ക് ചെയ്തതാണ്. അതായത് ഒരാളെ ഉറക്കി കിടത്താതെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയെ ജസ്റ്റ് സ്നാപ്പ് ചെയ്തിട്ട് അയാളെ മരിച്ചുപോയ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സണ്ണി ലിയോണിനെ കൊണ്ടുവരുന്നു. ഒന്നും പോട്ടെ, അവർ നഗ്നനാക്കി ഇതുവരെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതുവരായിട്ട് അതിനൊരു കോമഡി കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെ അകത്തൊരു സംശയം വന്നതാണ്. അതായത് ഒരു മെന്റലിസം എന്ന് പറയുന്നത്, അതായത് ഒരാളെ മൈൻഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്, അയാളെ ഉറക്കി കിടക്കുന്ന സമയത്ത് അയാളെ മൈൻഡിൽ തോന്നുന്ന സ്വപ്നം കാണുക, അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ചെയ്യുന്നത്. ഈ ഹിപ്നോട്ടിസം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതായത് അയാളെ ഉറക്കി കിടത്തതല്ല, അയാൾക്കൊരു ഡ്രഗ് കൊടുത്തിട്ട് അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. ഹിപ്നോട്ടിസം അല്ല, ആ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അത് ഗവൺമെന്റിന്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടിയാലേ അത് ചെയ്യാനാവുള്ളൂ. പക്ഷെ ഇവർ ചെയ്യുന്നത് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉറങ്ങുന്നു, അവരെ അച്ഛനും അമ്മേനെയൊക്കെ അല്ലെ മരിച്ചുപോയ ആൾക്കാരെ കാണിക്കുന്നു എന്നൊക്കെയാണ്. പിന്നീട് എനിക്ക് അതിന്റെ കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അബോധ മനസ്സിനെ ഉണർത്തിയിട്ടാണ് ഈ മെന്റലിസം ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് ബോധ മനസ്സിനെ ഒന്നും ചെയ്യാതെ അബോധ മനസ്സിനെ മാത്രം ഉണർത്തുക. ഈ അബോധ മനസ്സിനെ ഉണർത്തുക എന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചിട്ട് നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ടാവും. അതായത് അബോധ മനസ്സിന്ന് പലതും വിളിച്ചു പറയുന്നത്. തെറി പറയുന്നയാവാം, അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നയാവാം. ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ എല്ലാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പറയും. അതായത് ബോധ മനസ്സ് പറയില്ല, അബോധ മനസ്സ് പറയും. ഡ്രഗ് അടിക്കുന്ന സമയത്തും ഇതേ അവസ്ഥയാണ്. അതായത് അബോധ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ട് അവർ ചെയ്യുന്ന ആ പ്രോസസ്സിലും ഇവരെ, അതായത് കുറ്റവാളികളുടെ അടുക്കൽ ഇല്ല കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ തുറന്നു പറയിപ്പിക്കുക. അതും ഇതേപോലെ ചെയ്യുന്നതാണ്, അതായത് ഡ്രഗ് യൂസ് ചെയ്തിട്ട്. പക്ഷെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്നാപ്പ് ചെയ്തിട്ട് എങ്ങനെ ഇവരെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നു, അതായത് ഈ ഒരു ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ കാണുന്നത്. അപ്പം ഇവർ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ അതോ വേറെ ഏതെങ്കിലും ട്രിക്കാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു സംശയം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇതുപോലെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. സംശയം ഉണ്ടായിരുന്നു, ഞാനൊരു റിയൽ സ്റ്റോറി പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അത് ലിങ്ക് ചെയ്യാനാവുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഇത് നടക്കുന്നത് കൊളംബിയയിലാണ്. കൊളംബിയയിൽ റോബറീസ് കൂടിയതെന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് വന്നു ചെക്ക് ചെയ്ത് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ക്യാമറയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെന്റ്സോ കത്തിയോ ബോംബോ ഒന്നും കാണിക്കാതെ തന്നെ ജസ്റ്റ് അവിടെ പോകുന്നു, അയാളോട് പറയുന്നു, അയാളുടെ എക്യുപ്മെന്റ്സും കാര്യങ്ങളും, അതായത് ഫോണാവട്ടെ, അയാളുടെ ഗാഡ്ജറ്റ്സ് ആവട്ടെ, അയാളുടെ പൈസ ആവട്ടെ, ATM തന്നെ എടുത്തു കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടിരിക്കുന്നത്. അത് പോലീസ് സെർച്ച് ചെയ്ത് പോയി നോക്കുമ്പോഴാണ് സംഭവം എന്നാണ് മനസ്സിലായത്. ജസ്റ്റ് അതിന്റെ പേര് ഞാൻ പറയാം, ഡെവിൾസ് ബ്രത്ത് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് വീഡിയോസിൽ പറയാം. ഇതൊരു ഡ്രഗ് ഗണത്തിൽപ്പെടുന്ന ഒരു സാധനമാണ്, പക്ഷെ ഒരു പൂവാണ്. അതായത് നിങ്ങൾ ലിയോ സിനിമ കണ്ടിട്ടുണ്ടാവും. ലിയോ സിനിമേൻ്റെ അകത്ത് ഇതേ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഡെത്തൂറ എന്ന് പറഞ്ഞൊരു പൂവിനെ കുറിച്ച്. ആ പൂവിൻ്റെ അകത്തും ഇതേ ഒരു സംഭവമാണ് ഉള്ളത്. ഇതിൻ്റെ അകത്തുനിന്നും ഈ ഒരു കെമിക്കലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ വിക്ടത്തിൻ്റെ അകത്ത് ആയിക്കഴിഞ്ഞാൽ വിക്ടം ഓട്ടോമാറ്റിക്കായിട്ട് എന്താണോ മറ്റയാൾ പറയുന്നത് അതനുസരിക്കുന്ന ഒരു പ്രോസസ്സിങ്ങിലേക്കാണ് പോകുന്നത്. സ്റ്റോറിൻ്റെ അകത്ത് പറയുന്നത് അവർക്ക് ഒരു കാര്യങ്ങളും പറയേണ്ട ആവശ്യം ഉണ്ടായില്ല. ജസ്റ്റ് പോയി ആ ഒരു കെമിക്കൽ ജസ്റ്റ് വിക്ടത്തിന്റെ ദേഹത്തേക്ക് കൊടുക്കുന്ന സമയത്ത് വിക്ടം ഓട്ടോമാറ്റിക് കോംപ്രമൈസ് അല്ല, ഫുൾ കൺട്രോള്. അതായത് ഈ കക്കാൻ വന്ന ആളെ കയ്യിലേക്ക് വരും. അയാൾ എന്താണോ പറയുന്നത്, ഇപ്പം ATM പൈസ എടുത്തു കൊടുക്കാൻ പറഞ്ഞാലും ഹോട്ടലിലേക്ക് വിളിച്ചാലും പിന്നെ അവരുടെ എന്ത് സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ പറഞ്ഞാലും നിമിഷ നേരം കൊണ്ട് സാധനം കൊടുക്കും. അത് ഈ വ്യക്തി അറിയത്തില്ല, അതായത് വിക്ടം അറിയത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഇയാൾ കാണിച്ച ഈ ഒരു നമ്മുടെ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഹിപ്നോട്ടിസം പറയുന്നില്ല, ഇതൊന്ന് മാത്രം. അതായത് നിമിഷ നേരം കൊണ്ട് ഒരാളെ ഉറക്കി അയാളെ അബോധ മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് അയാളുടെ മരിച്ചുപോയ വ്യക്തിയെ കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ളൊരു മാജിക്. കാരണം ഒരാളെ വ്യക്തിനെ മൈൻഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അയാളെ നല്ല ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ അയാൾ ഉള്ളിൽ ചെല്ലണം, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യണം, ഒന്നുമില്ലെങ്കിൽ മദ്യപിക്കണം. ഇതൊന്നും ഇല്ലാത്തൊരു പച്ചയായ മനുഷ്യനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ ഒരു മെന്റലിസം അതായത് പുറത്ത് നിൽക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളുടെ ജസ്റ്റ് ഒന്ന് സ്നാപ്പ് ചെയ്തിട്ട് അയാളുടെ മരിച്ചുപോയ ആൾക്കാരെ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്ന മെന്റലിസം. ആ മെന്റലിസവും ഞാൻ പറഞ്ഞ കഥയും ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് ഇതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം.
അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.